ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഉപരിസഭയായ രാജ്യസഭയിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ചില വിഷയങ്ങളുണ്ട്. ഇതൊരു തമാശയോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ ചെറുതാക്കി കാണിക്കാനോ പറയുന്നതല്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ രാജ്യസഭയിലെ ചില അംഗങ്ങൾ രാജ്യസഭാ അംഗത്വം രാജിവച്ചിരുന്നു. ഇക്കൂട്ടത്തിൽ കോൺഗ്രസിലെ 2 എംപിമാരുമുണ്ട്. പാർട്ടിയുടെ രാജ്യസഭാ എംപിമാരായ കെ സി വേണുഗോപാലും ദീപേന്ദ്ര സിംഗ് ഹുഡയും ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്നാണ് രാജി സമർപ്പിച്ചത്. കെ സി വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നും ദീപേന്ദ്ര സിംഗ് ഹുഡ ഹരിയാനയിൽ നിന്നുമാണ് രാജ്യസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഒരു വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 2 നേതാക്കളുടെയും രാജിയെ തുടർന്ന് ഒഴിവുവന്ന സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വിജയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിക്ക് 2 സീറ്റ് നഷ്ടമാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ രാജ്യസഭയിൽ 28 അംഗങ്ങളായിരുന്നു കോൺഗ്രസിൻ്റെ അംഗബലം. ഇപ്പോൾ 2 അംഗങ്ങൾ രാജിവച്ചതോടെ ഉപരിസഭയിൽ പാർട്ടിയുടെ അംഗബലം 26 സീറ്റുകളായി കുറഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞാൽ രാജ്യസഭയിലെ 2ാമത്തെ വലിയ കക്ഷിയാണ് കോൺഗ്രസ്. ബി.ജെ.പിക്ക് രാജ്യസഭയിൽ 90 അംഗങ്ങളാണുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് 63 സീറ്റുകൾ നഷ്ടപ്പെട്ടിരുന്നു. 2019 303 സീറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇത്തവണ 240 സീറ്റുകൾ മാത്രമാണ് ബി.ജെ.പിക്ക് നേടാൻ കഴിഞ്ഞത്. അതേസമയം രാജ്യസഭയിൽ 2 സീറ്റുകൾ അധികം ലഭിക്കുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകൾ നേടി 2ാം കക്ഷിയായി ഉയർന്നു വന്ന കോൺഗ്രസ് പെരുമ രാജ്യസഭയിൽ തകർന്നടിയുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 2 സീറ്റുകൾ നേടും. ഇതോടെ 92 സീറ്റുകളുമായി പാർട്ടി രാജ്യസഭയിലെ തങ്ങളുടെ 1ാം സ്ഥാനം കൂടുതൽ ശക്തിപ്പെടുത്തും. എന്നാൽ ഇതിനിടയിൽ വലിയ രീതിയിലുള്ള പല പ്രതിസന്ധികളും രാജ്യസഭയിൽ കോൺഗ്രസിനെ കാത്തിരിക്കുന്നുണ്ട്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിന് നഷ്ടപ്പെടുമെന്ന സാഹചര്യം വരെ ഇത്തവണ ഉണ്ടായേക്കാം. 2 രാജ്യസഭാ അംഗങ്ങളുടെ കുറവ് കോൺഗ്രസിനെ മുൾമുനയിൽ നിർത്തുകയാണെന്ന് വ്യക്തം. ഹരിയാന നിയമസഭയിലെ അംഗബലം പരിശോധിച്ചാൽ ദീപേന്ദ്ര ഹുഡയുടെ രാജിയെ തുടർന്ന് ഒഴിവുവന്ന സീറ്റിൽ വിജയം ഉറപ്പാക്കാൻ ഏതൊരു പാർട്ടിക്കും 46 എം.എൽ.എമാരുടെ മുൻഗണനാ വോട്ടുകൾ വേണ്ടിവരും. ഹരിയാനയിൽ ബി.ജെ.പിക്ക് 41 എം.എൽ.എമാരുണ്ട്. ഒരു സ്വതന്ത്ര എം.എൽ.എയും ഹരിയാന ലോക്ഹിത് പാർട്ടിയുടെ ഗോപാൽ ഖാണ്ടയും ഉൾപ്പെടെ സർക്കാരിന് ആകെ 43 എം.എൽ.എമാരുടെ പിന്തുണയാണുള്ളത്. ഒരർത്ഥത്തിൽ ആകെ ഭൂരിപക്ഷത്തിന് വേണ്ട 46 എണ്ണത്തിൽ നിന്നും 3 എണ്ണം കുറവ്. അതായത് ഹരിയാനയിൽ ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് സീറ്റ് നേടാനാകില്ല എന്ന് വ്യക്തമാണ്. എന്നിട്ടും കോൺഗ്രസോ മറ്റേതെങ്കിലും പാർട്ടിയോ ഹരിയാനയിൽ ബി.ജെ.പിക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിൽ മടിക്കുന്നുണ്ട്. അതിന് കാരണമുണ്ട്. ഹരിയാനയിലെ ജനനായക് ജനതാ പാർട്ടിയുടെ 4 എം.എൽ.എമാരുടെ പിന്തുണ ബി.ജെ.പി അവകാശപ്പെടുന്നുണ്ട്. ബി.ജെ.പിയും ഈ ജനനായക് ജനതാ പാർട്ടിയും തമ്മിൽ സഖ്യത്തിലായിരുന്നു. എന്നാൽ ഈ സഖ്യം തകർന്നപ്പോൾ ജെ.ജെ.പി അധ്യക്ഷൻ ദുഷ്യന്ത് ചൗട്ടാല ഡൽഹിയിലെ തൻ്റെ ഫാം ഹൗസിൽ എം.എൽ.എമാരുടെ യോഗം വിളിച്ചിരുന്നു. എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അതിൽ 4 എം.എൽ.എമാർ പങ്കെടുത്തില്ല. സർക്കാർ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കുന്ന ദിവസം ജെ.ജെ.പി നേതാക്കൾ റാലി നടത്താൻ ഉദ്ദേശിച്ചിരുന്നു. ജനനായക് ജനതാ പാർട്ടിയുടെ എല്ലാ എം.എൽ.എമാരോടും റാലിയിൽ പങ്കെടുക്കാൻ നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പാർട്ടിയിലെ ഈ 4 എം.എൽ.എമാർ അന്ന് നിയമസഭയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് രസകരം. അതായത് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ ഉറപ്പായും ബി.ജെ.പിക്ക് ഭൂരിപക്ഷം ലഭിക്കും എന്നർത്ഥം. കോൺഗ്രസിൻ്റെ ഒരു രാജ്യസഭാ സ്ഥാനം നഷ്ടപ്പെടും എന്ന് വ്യക്തമായി കഴിഞ്ഞു. രാജസ്ഥാനിലും ചിത്രം മാറിക്കഴിഞ്ഞു. സംസ്ഥാനം ഇപ്പോൾ ബി.ജെ.പി സർക്കാരാണ് ഭരിക്കുന്നത്. 200 അംഗങ്ങളാണ് രാജസ്ഥാൻ നിയമസഭയുടെ അംഗബലം. രാജ്യസഭയുടെ സംസ്ഥാന കോട്ടയിൽ നിന്ന് ഒരു സീറ്റ് നേടണമെങ്കിൽ 101 എം.എൽ.എമാരുടെ മുൻഗണനാ വോട്ട് ആവശ്യമാണ്. 199 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി 115 സീറ്റുകൾ നേടിയിരുന്നു. വിജയത്തിന് ആവശ്യമായ 101 എം.എൽ.എമാരെക്കാൾ വളരെ കൂടുതലാണ് ബി.ജെ.പിയുടെ അംഗബലം എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. കോൺഗ്രസ് നേതാവായ കെ സി വേണുഗോപാലാണ് രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച അദ്ദേഹം രാജ്യസഭാ എം.പി സ്ഥാനം രാജിവെക്കുകയായിരുന്നു. ഇതോടെയാണ് അംഗബലത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് രാജ്യസഭയിൽ പ്രതിസന്ധിയിലായത്. ഇനി ഒരു കാര്യം കൂടി പറയാം. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിനാണ്. ഈ സ്ഥാനം പ്രതിസന്ധിയിലാകുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ്. രാജ്യസഭയിൽ കോൺഗ്രസിൻ്റെ അംഗബലം 26 സീറ്റുകളായി കുറഞ്ഞതോടെ പ്രതിപക്ഷ നേതൃസ്ഥാനം പ്രതിസന്ധിയിലാകുമെന്ന സാഹചര്യമാണ് എത്തിയിരിക്കുന്നത്. രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ് പദവി ലഭിക്കാനും അത് നിലനിർത്താനും സഭയുടെ ആകെ അംഗബലത്തിൻ്റെ 10% ആവശ്യമാണ്. രാജ്യസഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വേണ്ട അംഗബലം 25 കോൺഗ്രസിൻ്റെ 26 അംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. അതായത് ആവശ്യമുള്ളതിനേക്കാൾ ഒരെണ്ണം മാത്രം കൂടുതൽ. ഇത്തരമൊരു സാഹചര്യത്തിൽ പാർട്ടിയിലെ 2 അംഗങ്ങളുടെ കാലാവധി പൂർത്തിയാവുകയോ ഒഴിവാക്കാനാവാത്ത കാരണങ്ങളാൽ 2 രാജ്യസഭാ അംഗങ്ങൾ ഹാജരാകാതിരിക്കുകയോ ചെയ്താൽ കോൺഗ്രസിൻ്റെ അംഗബലം 25-ൽ താഴെയായേക്കും.
ഇത്തരമൊരു സാഹചര്യത്തിൽ ഖാർഗെയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരാൻ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. രാജസ്ഥാനിൽ നിന്നും ഹരിയാനയിൽ നിന്നുള്ള 2 സീറ്റുകളുടെ നഷ്ടം നികത്താൻ കോൺഗ്രസിന് സാധ്യതയുള്ളത് തെലങ്കാനയിലാണ്. തെലങ്കാന പോലൊരു വലിയ സംസ്ഥാനത്തേക്കാണ് കോൺഗ്രസ് ഉറ്റുനോക്കുന്നത്. തെലങ്കാനയിൽ കോൺഗ്രസ് സർക്കാരാണ് ഭരിക്കുന്നത്. സംസ്ഥാനത്തെ സീറ്റുകളിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടന്നാൽ പാർട്ടിയുടെ വിജയസാധ്യത ശക്തമാണെന്നുള്ള കാര്യം വ്യക്തമാണ്. ഭാരത് രാഷ്ട്ര സമിതി രാജ്യസഭാ എം പി കേശവ് റാവുവിൻ്റെ രാജിയും കോൺഗ്രസിൻ്റെ ഈ പ്രതീക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കേശവ് റാവുവിൻ്റെ രാജിയെ തുടർന്ന് ഒഴിവുവന്ന സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം സുനിശ്ചിതമാണെന്നാണ് കണക്കുകൂട്ടൽ. ഇത്തരമൊരു സാഹചര്യത്തിൽ ഉപരിസഭയിൽ കോൺഗ്രസിൻ്റെ അംഗബലം 26 നിന്ന് 27 ഉയർന്നേക്കുമുള്ളതാണ് സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്.